ഈ സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ പരാതി നൽകിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത കൂടി ഇതുമായി ചേർത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഭരണസമിതിയാണ് അങ്ങനെ ഈ പരാതി നൽകിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പൊട്ടൻകാട് സർവീസ് സഹകരണ സംഘത്തിലെ ഇന്റേണൽ ഓഡിറ്റർ KR ഗീതയാണ് സസ്പെൻഡ് ചെയ്തത്. ജെയിൻ രാജുവാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുക. ജെയിൻ, ഒരു മരണത്തിന്റെ വാർത്ത അത് ദുഃഖത്തോടുകൂടി നമ്മൾ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും അവിടുത്തെ ഭീഷണിയുടെ സന്ദേശമൊക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതിന് ഇടയിലാണ് ഇതാ ഒരു പരാതി നൽകിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരം കൂടി വരുന്നത്. ഭരണസമിതിക്ക് എന്തുമാകാമെന്ന സ്ഥിതിയാണ് പല ബാങ്കുകളിലും എന്ന് നമുക്ക് അറിയുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? രതീഷ്, നമുക്കറിയാം ഈ ബാങ്കുകളുടെ എല്ലാം സാമ്പത്തിക നില സംബന്ധിച്ച് വലിയ സംശയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. ബാങ്കുകൾ പലതും ഈ നിക്ഷേപകർക്ക് പണം തിരിച്ച് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഭരണസമിതിയിലെ അംഗങ്ങളുടെ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുള്ള വായ്പ നൽകുന്നതുമൊക്കെയാണ്. അത്തരമൊരു പ്രശ്നമാണ് ഈ KR ഗീത എന്ന അവിടുത്തെ മുൻ ഇന്റേണൽ ഓഡിറ്റർ ഈ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ക്രമക്കേട് നടത്തുന്നുവെന്നും അതോടൊപ്പം തന്നെ അവിടെ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നു എന്ന ഒരു പരാതി, ആ പരാതി രജിസ്ട്രാർക്ക്, സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് നൽകുകയാണ് ചെയ്തത്. ആ പരാതിയിൽ അവർ അതൊരു ഇൻസ്പെക്ഷൻ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ പരാതി നൽകിയത് തങ്ങളുടെ അനുമതിയോടെ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ആ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആരോപണ വിധേയരുടെ അനുമതി മേടിച്ചുകൊണ്ട് നമുക്കൊരു പരാതി നൽകാൻ കഴിയുക എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നതാണ്. ഒരു പരാതി അവർക്ക് അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മേൽ തട്ടിലേക്ക് അല്ലെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ തലത്തിലേക്ക് ആ പരാതി കൊണ്ടുപോയത് ഈ ഭരണസമിതി ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും അവരെ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത്. അവർക്കെതിരെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഭരണസമിതി അല്ലെങ്കിൽ ബാങ്കിൽ വരുന്ന ഇടപാടുകാരോട് മോശമായി പെരുമാറി എന്നതടക്കമുള്ള നിരവധി കുറ്റങ്ങളാണ്, ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയർത്തുന്നത്. എന്തായാലും ഇതിൽ പ്രഥമമായി ചൂണ്ടിക്കാട്ടുന്നത് ബാങ്കിന്റെ അനുമതിയില്ലാതെ, ബാങ്കിന്റെ ഭരണസമിതിയുടെ അനുമതിയില്ലാതെ പരാതി നൽകി എന്നുള്ളതാണ്. ബാങ്കിന്റെ പേര് ചീത്തപ്പെടുത്തി അല്ലെങ്കിൽ മോശപ്പെടുത്തി നേരത്തെ ജെയിൻ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതിയുടെ അനുമതിയില്ലാതെ പരാതി നൽകി. അതായത് ആ ഭരണസമിതിക്കെതിരെയാണ് ഈ ക്രമക്കേട് ആരോപണം നിൽക്കുന്നത്, സംശയം നിൽക്കുന്നത്. അക്കാര്യത്തിൽ ആ സമിതിയുടെ അനുമതിയില്ലാതെയാണ് പരാതി നൽകിയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ നാട്ടിൽ പതിവുള്ള രീതിയാണ്. ഇപ്പോൾ വിജിലൻസിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ആരോഗ്യവകുപ്പിലാണ് അഴിമതിയെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ ആരോഗ്യവകുപ്പിലേക്ക് എഴുതി ചോദിക്കും, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഞങ്ങൾ കേസെടുക്കട്ടെ. ആ നിലയിൽ ഇവിടെ സംസ്ഥാന വിജിലൻസ് അടക്കം അഴിമതി മുക്തമാക്കാനുള്ള സംവിധാനമടക്കം പ്രവർത്തിച്ചിരുന്ന സംവിധാനമാണ്. നാട്ടിലാണ് സമാനമായ ഇത് ബാങ്കിന്റെ പേര് ചീത്തയാക്കി, ബാങ്കിനോട് ചോദിക്കാതെ പരാതി നൽകി എന്ന നിലയിൽ നടപടി വരുന്നത്. ഇനി ഇതിൽ കൂടുതൽ ചീത്തയാകാൻ എന്താണുള്ളത്? കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ജെയിൻ, ഈ പരാതിക്കാരിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? പരാതിക്കാരി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എത്രത്തോളം വലിയ ഗൗരവമുള്ള പരാതിയാണ് താൻ നൽകിയതെന്നതാണ് പരാതിക്കാരി പറയുന്നത്. ഈ പരാതിയുടെ ഉള്ളടക്കം, അത്തരം വിശദാംശങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരുന്നുണ്ടോ? പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബാങ്കിൽ നടന്ന നിരവധി സ്വർണ്ണപ്പണയം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. ആ പരാതിയുടെ വസ്തുത അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ആ പരാതിയിൽ എന്തായാലും സഹകരണ വകുപ്പിലെ ഇന്റേണൽ വിഭാഗം, ഇൻസ്പെക്ഷൻ വിഭാഗം ഒരു പരിശോധനയ്ക്ക് തയ്യാറാകുന്നുണ്ട്. സ്വാഭാവികമായും ആ പരിശോധന പൂർത്തിയാകുന്നതുവരെയെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ഈ ഭരണസമിതി കാണിച്ചില്ല എന്നുള്ളതാണ്. അവർ ആ പരാതി നൽകി എന്ന ഒറ്റ കാരണത്താൽ ഇവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പരാതി അന്വേഷിച്ച് അവരുടെ ഭാഗം ന്യായീകരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലുമല്ല ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിരവധി ആരോപണങ്ങൾ ഇവർക്കെതിരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, ജെയിനാണ് ആ വിവരങ്ങൾ നൽകിയത്. നമ്മൾ പരാതിക്കാരിയെ ടെലിഫോണിൽ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചിട്ടില്ല. വിശദമായി അവരിലേക്ക് കൂടി പോകാമെന്നാണ് പ്രതീക്ഷിച്ചത്. ജെയിൻ രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്. പരാതി നൽകിയതിന്റെ പേരിൽ ജീവനക്കാരി സസ്പെൻഡ് ചെയ്ത് മാതൃകാപരമായി പെരുമാറിയിരിക്കുകയാണ് ബാങ്ക് ഭരണസമിതി.